മാഷേ, ആരാണ് മോഹൻലാലിൻ്റെ ശത്രുക്കൾ എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ മാമാനിക്കുന്ന് എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് സന്ദർശിച്ചു. അവിടെ ഒരു വഴിപാട് നടത്തി. മറികൊത്തൽ എന്ന് പറഞ്ഞൊരു വഴിപാടാണ് അദ്ദേഹം നടത്തിയത്. അത് ഈ വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഭക്തരൊക്കെ ചെയ്യുന്നൊരു വഴിപാടാണ്. ഈ മാമാനിക്കുന്ന് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. വർഷണിക്കടവിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു ക്ഷേത്രമൊക്കെയാണ്. ഒരു ശാക്തേയ ക്ഷേത്രമാണ്. ഒരു ദേവിയാണ് ഇവിടുത്തെ. ഭദ്രകാളി രൂപത്തിലൊക്കെയുള്ള ഉഗ്ര രൂപത്തിലുള്ള ഒരു ദേവിയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിലാണ് മോഹൻലാൽ സന്ദർശിച്ചത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വഴിപാട് നടത്തുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇദ്ദേഹം സംഘിയാണോ, ഇദ്ദേഹം ഈ വിശ്വാസി പ്രകാരമുള്ള ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പം ഇപ്പം ഒരു രീതിയാണ് അവരെ സംഘിയാക്കുക. മറ്റൊന്ന്, ആരാണ് മോഹൻലാലിൻ്റെ ശത്രു? അത് മോഹൻലാൽ തന്നെയാണോ? ഇതൊരു ശത്രു സംഹാര പൂജയാണോ? ശത്രു സംഹാര പൂജയല്ല, വിഘ്നങ്ങളെ അകറ്റുക എന്ന് പറയുന്ന ഒരു പൂജയാണ്. അപ്പം ഇത് ഏത് രീതിയിലേക്കാണ് നമ്മുടെ ആരാണ് അദ്ദേഹത്തിന്റെ മാർഗത്തിൽ തടസ്സം? അതെ അതെ, മോഹൻലാൽ തന്നെയാണോ മോഹൻലാലിന്റെ ശത്രു? അതും ചോദിക്കാവുന്നതാണ്. അതെ അതെ അതെ. ഇതിൽ ഒന്നാമത്തെ കാര്യം വളരെ അങ്ങേയറ്റത്തെ അപലപനീയമായൊരു കാര്യമാണ്, പൊറുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. വിശ്വാസത്തെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുക. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പോയാൽ പിന്നെ സംഘിയായി. ഇവരൊക്കെ തന്നെയാണ്, ഈ പറയുന്നവരൊക്കെ തന്നെയാണ് ഈ സംഘി എന്ന് പറയുന്ന അങ്ങനെ നാട്ടിൽ വളർത്തുന്നത്. ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്ത ആളുകളെ ആ വഴിക്ക് ചിന്തിപ്പിക്കുക, അങ്ങനെ ആക്കി തീർക്കുക. അപ്പോൾ ആളുകൾ നിങ്ങൾ എന്നെ സംഘിയാക്കി എന്ന് പറയുന്ന എത്രയോ ആളുകൾ, അങ്ങനെ എത്രയോ പേരെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടതാണല്ലോ. വിശ്വാസത്തിൻ്റെ ഇപ്പോൾ രാമക്ഷേത്രം ഉണ്ടാകുമ്പോൾ, ശ്രീരാമ ഭഗവാന്റെ ഒരു ക്ഷേത്രം ഉണ്ടായതിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ചിത്ര ചേച്ചിയോ ആരോ അവർ വിശ്വസിക്കുന്ന ഒരാളാണ്, അവർ വിശ്വസിക്കുന്ന ഈശ്വരനോടാണ് പ്രാർത്ഥിക്കാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ എടുത്താൽ പോരെ? ഉടനെ അതിന് സംഘികൾക്ക് മാത്രമേ വിശ്വാസം പാടുള്ളൂ, അല്ലെങ്കിൽ വിശ്വാസം മുഴുവനും സംഘികൾക്ക് തീരെഴുതി കൊടുക്കുക. അങ്ങനെ ഉണ്ടോ ഒന്ന്? അവരെ ആ അങ്ങനെ ഒരു രാഷ്ട്രീയ ഭേദചിന്ത ഇല്ലാത്ത മനുഷ്യരുടെ ഉള്ളിൽ പോലും അത് ഉണ്ടാവുകയല്ലേ ചെയ്യുക. അപ്പോൾ ഹിന്ദു സമം സംഘപരിവാർ അങ്ങനെ ആക്കി തീർക്കുന്ന ആ ഫോർമുല അങ്ങേയറ്റ അപകടമാണ്. നമ്മുടെ നാട്ടിൽ പാവങ്ങളായ വിശ്വാസികൾ എത്രയോ പേര്, എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ അമ്പലത്തിൽ പോകുന്നില്ലേ? എത്ര പേര്, എത്ര ഗാന്ധിയന്മാർ സ്ഥിരേന. അപ്പോൾ അമ്പലത്തിൽ മുടങ്ങാതെ പോയിരുന്ന ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രി കരുണാകരനായിരുന്നില്ലേ? അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകുന്നവനെ മുഴുവൻ അങ്ങനെ സംഘി എന്ന് വിളിക്കാൻ തുടങ്ങിയുള്ള അപകടം, അതൊരു വല്ലാത്ത അപകടമാണ്, വല്ലാത്തൊരു അസുഖമാണ്. ആ കുഴപ്പം മോഹൻലാലിൻ്റെതല്ല. അതൊന്നും മോഹൻലാലിന് ചോദിക്കേണ്ട ചോദ്യമല്ല. പിന്നെ മാത്രമല്ല, അദ്ദേഹം കണ്ണൂരിൽ എന്തോ വേറെ പ്രോഗ്രാം, ദേശാഭിമാനിയുടെ മുകുന്ദൻ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂർ വന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ CPM-ന്റെ ചെലവിലാണ് പോയത്, ദേശാഭിമാനിയുടെ ചെലവിലായിരിക്കും പോയിരിക്കുക. കാരണം ഇനി ചിലവാരുടേതായാലും ആ പരിപാടിക്ക് ചെന്നപ്പോഴാണ്. അതൊക്കെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ചെല്ലുന്നതല്ലേ, ചെയ്യുന്ന കാര്യമല്ലേ. ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഹിന്ദു വിശ്വാസിയാണെങ്കിൽ ആദ്യം ആലോചിക്കുക, അവിടെ ആ ഭാഗത്ത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ദർശനം നടത്തുമല്ലോ. അതിനിപ്പോൾ മോഹൻലാൽ ആയതുകൊണ്ട് സംഘിയായി എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. മാത്രമല്ല, അത് സ്വാഭാവികമായി എല്ലാ സെലിബ്രിറ്റീസും ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ സമൂഹത്തെ ബാധിച്ച ഒരു മാരകമായ രോഗമാണ്, സാമൂഹ്യ രോഗമാണിത്. അമ്പലത്തിൽ പോകുന്നവനോ ആരൊക്കെയെന്ന് നോക്കി നിൽക്കുക. അത് നാലാൾ അറിയുന്ന ഒരാളാണെങ്കിൽ ഉടനെ ഹിന്ദു വിശ്വാസം പിന്തുടരുന്നവരും അത് ഒരു മടിയും കൂടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നടി അനുശ്രീ, നവ്യ നായർ, ഇപ്പൊ മോഹൻലാൽ, ഇവരെയൊക്കെ ജയസൂര്യ, ശോഭനയെ കുറിച്ചും അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത് BJP-യുടെ വേദിയിൽ പോയതിന് ശേഷം അവരെ സംഘി എന്ന് വിളിക്കുന്നതിന് പകരം ആ വേദിയിൽ അവരെ എത്തിക്കുന്ന ആരാണ്? ഇത്തരം ചിന്താപദ്ധതിയാണ്. പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു അപലപിച്ചു ഒക്കെയാണ് ആളുകളെ ആ തരത്തിലേക്ക് എത്തിക്കുക, തള്ളിവിടുകയാണ് പലപ്പോഴും ചെയ്യുക. അങ്ങനത്തെ അപകടമുണ്ട്. പിന്നെ ഈ മറ്റേത് നമുക്ക് ഒരു കൗതുകം പോലെ ആലോചിക്കാവുന്ന കാര്യമാണ്. ആരാണ് മോഹൻലാൽ? ഇപ്പൊ എന്താണ് മോഹൻലാലിന് ഇത്രയേറെ തടസ്സം? ബിഗ് ബോസ് ആണോ മോഹൻലാലിന്റെ ശത്രു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ബിഗ് ബോസിലൊക്കെ പോയിട്ട് മോഹൻലാൽ ഒരു ആങ്കറൊക്കെ ആയിട്ട് അവിടെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ നിലവാരത്തെ അത് തകർക്കുകയാണ്. ഇത്തരം നാലാംകിട പരിപാടി ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരാണ് ഇതൊക്കെ പറയുന്നത്. അതെ, ബിഗ് ബോസ് ഒക്കെ സത്യത്തിൽ ബിഗ് ബോസിനെ പോലെ ഒരു വിനോദം എന്ന നിലയിൽ ഈ മനുഷ്യൻ്റെ ഈ ഒളിഞ്ഞുനോട്ടം എന്ന കലാരൂപത്തിൻ്റെ പേര് ഒരു വികസിത രൂപമാണ് ഇതൊക്കെ. അതായത് ആളുകൾ ഒരാളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെ ഒറ്റയ്ക്കൊരു മുറിയിലിട്ടിട്ട്
അയാൾ പോലും അറിയാതെ ലോകം മുഴുവനുള്ള മനുഷ്യർക്ക് അയാളെ നിരീക്ഷിക്കാൻ, അയാളെ ഓരോ മൂവ്മെൻറ്റും, അയാളുടെ ശക്തിയും ദൗർബല്യവും അയാളുടെ സങ്കടങ്ങളും അങ്ങനെയുണ്ടല്ലോ, അയാളുടെ മൂവ്മെൻറ്റ്സ് നിരീക്ഷിക്കാൻ അവസരം കൊടുക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്രയേ ഉള്ളൂ, ആ കൗതുകം ഉണർത്തി നിർത്തുക. അങ്ങനെ ഒരു കലാപരിപാടിയായിട്ട് അതിനെ കണ്ടാൽ മതി. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ആ കലാരൂപത്തിന് മാനവരാശിയുടെ നന്മയ്ക്കും പുരോഗതിക്കും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ആ കലാരൂപം സംഘടിപ്പിക്കുന്നതിൻ്റെയും അത് അറേഞ്ച് ചെയ്യുന്നതിൻ്റെയും ഒരു ഭംഗിയും കൗതുകവും അതിൻ്റെ ഒരു സാങ്കേതിക മികവ് കൊണ്ടൊക്കെ അത് നിലനിന്ന് പോകുന്നു എന്നത് ഒഴിച്ചാൽ, അതുകൊണ്ട് കിട്ടുന്ന വരുമാനം ഒഴിച്ചാൽ, മോഹൻലാലിനെ പോലൊരു വലിയ കലാകാരൻ ഇനിയുള്ള കാലത്ത് അതിനൊന്നും പോയി സമയം കളയേണ്ടതല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അദ്ദേഹത്തിന് ആ സമയത്ത് ഗൗരവമായ ഒരുപാട് പണികൾ ചെയ്യാൻ അറിയുന്ന ഒരാളാണല്ലോ, ചെയ്യാൻ ശേഷിയുള്ള ആളാണ്, ഒരുപാട് തെളിയിച്ചിട്ടുള്ള ആളാണ്, കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചൊന്ന് ഇനി അങ്ങോട്ട് കാശ് എന്ന് പറയുന്ന ഒന്ന് മാറ്റി വെച്ചിട്ട് പണത്തിനപ്പുറം ഒന്ന് സെലക്റ്റീവ് ആകുന്നത് നന്നായിരിക്കും. ബിഗ് ബോസ് ഒക്കെ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. അതിൽ ആരായാലും ട്രോളാണ് മോഹൻലാലിനെതിരെ, തീർച്ചയായിട്ടും അത് ചെയ്തും ആ ട്രോൾ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. അത് ആവശ്യമില്ലാത്ത പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാശ് മാത്രമാണ് എൻ്റെ മാനദണ്ഡം. അമ്പലത്തിൽ പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ മാത്രം സ്വകാര്യമായ കാര്യമാണ്. അതിൻ്റെ പിന്നാലെ കൂടുന്ന ആര് ചെയ്താലും അത് തെറ്റാണ്. അത് വിമർശിക്കുന്നതും തെറ്റാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മേൽ രാഷ്ട്രീയ ചാപ്പ കുത്തുന്നതും തെറ്റാണ്. അപ്പോൾ അതൊന്ന്. ഇപ്പം ഈ സമീപകാലത്ത് മോഹൻലാലിൻ്റെ സിനിമകൾ തിയേറ്ററിൽ വലിയ വിജയങ്ങൾ നേടുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നേരെ വലിയ ആരാധകരുടെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അദ്ദേഹം നിലവാരം പുലർത്തുന്ന സിനിമകളിലൊന്നും അഭിനയിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയ ചാരുതയെ പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളോ കഥാപാത്രങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് സുകുമാർ അഴീക്കോടും അദ്ദേഹവുമായിട്ട് ചേർന്നുണ്ടായിട്ടുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. സുകുമാർ അഴീക്കോട് മോഹൻലാൽ ഒരു നടൻ എന്ന നിലയിലുള്ള ധാർമ്മികത പുലർത്തുന്നുണ്ടോ, അദ്ദേഹം ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ അഭിനയിച്ചിട്ട് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് രണ്ട് സെലിബ്രിറ്റീസ് തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. രണ്ടുപേരും ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ മോഹൻലാൽ കാശുണ്ടാക്കുന്നത് അഭിനയിച്ചിട്ടും പിന്നെ പരസ്യങ്ങളിൽ മോഡലായി നിന്നിട്ടും ഒക്കെ ആണെങ്കിൽ അഴീക്കോട് മാഷ് അതിനേക്കാൾ ആർത്തിയോടെ ഈ വേദികളിൽ നിന്ന് വേദിയിലേക്ക് പോയി കണക്ക് ചോദിച്ച് കാശ് വാങ്ങി ഒക്കെ തന്നെയാണ് അഴീക്കോട് മാഷും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഒരു വഴിക്ക് അതും ഇപ്പോൾ അഴീക്കോട് മാഷ് മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ള ഗുണങ്ങൾ ഇല്ലാതാവില്ലല്ലോ, അതിലൊന്നും അർത്ഥമില്ല. അഴീക്കോട് മാഷ് ഏറ്റെടുത്ത എല്ലാ ഏറ്റുമുട്ടലും പരാജയപ്പെട്ട ഒരാളാണ്. അങ്ങനെ ബിംബമാണ്. അഴീക്കോട് മാഷ് ധർമ്മത്തിൻ്റെ വലിയ പ്രചാരകനൊന്നും ആയിരുന്നില്ല. അഴീക്കോട് മാഷ് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളും, അത് നമ്മൾ വേറൊരു വിഷയമാണ്, വേറെ ചർച്ച ചെയ്യുക. അഴീക്കോട് മാഷ് എപ്പോഴാണ് ഇദ്ദേഹത്തിനെ ശങ്കരക്കുറുപ്പിനെ വിമർശിക്കാൻ തുടങ്ങിയത്? വ്യക്തിപരമായ കാരണമുണ്ട് അതിൻ്റെ പേരിൽ. അഴീക്കോട് മാഷ് എപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ ഓരോ വർഗീയതയോട് തരാതരമുള്ള പോലെയുള്ള സമീപനം തുടങ്ങിയത്? എപ്പോഴാണ് കോൺഗ്രസിനെ വിമർശിക്കാൻ തുടങ്ങിയത്? അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അഴീക്കോട് മാഷ് പിന്നീട് ആരുടെ കൂടെയാണ് നിന്നത്, എന്തൊക്കെയാണ് നേടിയെടുത്തത്, അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു വഴിക്ക് പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ ഒരു യോഗം ഒരു ജില്ലയിലുണ്ടെങ്കിൽ ആ പരിസരത്തൊരു 4 യോഗങ്ങളും കൂടി വെപ്പിക്കുകയും അവിടെ നിന്നൊക്കെ കാശ് വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയൊക്കെ അഴീക്കോട് മാഷൊക്കെ ഉണ്ടായിരുന്നു. കവറേജും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വീക്ക്നെസ് ആയിരുന്നു. അതൊക്കെ ഉണ്ട്. അഴീക്കോട് മാഷ് മോഹൻലാലിനെ വിമർശിച്ചു എന്നതുകൊണ്ട് മോഹൻലാൽ മോശമാകുന്നില്ല. അഴീക്കോട് മാഷ് അദ്ദേഹം അഴിച്ചുവിട്ട ആ വിമർശനം ഇന്ന് മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിന് നേരെ അല്ല, അത് വരട്ടെ. ഞാൻ പറയുന്ന അഴീക്കോട് മാഷ് ആയതുകൊണ്ടല്ല, സാധാരണ മനുഷ്യരായ നമ്മളൊക്കെ തന്നെ മോഹൻലാലിൻ്റെ ബലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരാണ്, സിനിമ കാണുന്ന സാധാരണ മനുഷ്യനാണ്. ആ ഒരു സിനിമ കണ്ട് ബോറടിച്ചാൽ അത് ഒന്നിലേറെ തവണ അതേ ബോറടി ആവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം എല്ലാ മനുഷ്യർക്കുണ്ട്. കാരണം നമ്മളാണ് അദ്ദേഹത്തിൻ്റെ അന്നദാതാക്കൾ. ആ ഓർമ്മ അദ്ദേഹത്തിന് വേണം. അതുകൊണ്ട് മനുഷ്യനെ ബോറടിപ്പിക്കരുതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വേണം. അദ്ദേഹത്തെ വിമർശിക്കാൻ ആർക്കും അർഹതയുണ്ട്. അത് ഈ അമ്പലത്തിൽ പോകുന്നത് നോക്കിയിട്ട് ഇതാ സംഗി പോകുന്നു എന്ന് പറയല്ല വേണ്ടത്. ഇതാ കഴിവുള്ള ഒരു കലാകാരൻ. പറയേണ്ടത് എങ്ങനെയാണ് നമ്മളൊക്കെ പറയേണ്ടത്? ഇതാ കഴിവുള്ള ഒരു കലാകാരൻ കാശിൻ്റെ പിന്നാലെ പോയിട്ട് ഇതാ അദ്ദേഹത്തിൻ്റെ കഴിവ് കളഞ്ഞു കുളിക്കുന്നു, അദ്ദേഹം അപഹാസ്യനാവുന്നു, ഈ പണിക്ക് പോകരുതെന്നാണ് മോഹൻലാലിനെ കുറിച്ച് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞു തുടങ്ങണം. അത് നല്ലതാണ്. മോഹൻലാലിന് മാത്രമല്ല, കുറച്ചുകൂടി സെലക്റ്റീവ് ആകാം. മോഹൻലാൽ ഇതപര്യന്തം ചെയ്ത വേഷങ്ങളുണ്ട്. ആ വേഷത്തിൽ നിന്ന് എണ്ണിയെടുക്കാവുന്ന 10-20 വേഷങ്ങളാണ് മോഹൻലാലിനെ അനശ്വരനാക്കുന്നത്. ആ 20 വേഷങ്ങൾക്ക് അപ്പുറത്ത് അതിനേക്കാൾ മികച്ച വല്ലതും ചെയ്യാൻ പറ്റുമെന്നാണ് ഇനി നോക്കേണ്ടത്. അല്ലാതെ നോക്കുന്നില്ല. അതല്ലാതെ അദ്ദേഹം 2 ലക്ഷത്തിന് സിനിമ അഭിനയിച്ചിരുന്നിടത്ത് നിന്ന് 20 കോടി വാങ്ങുന്നിടത്തേക്ക് എത്തുമ്പോൾ ഇനി ഇതാ 21 കോടി വെച്ചു കൊടുത്താൽ 60 ബോറൻ സിനിമയിൽ ഇനി അഭിനയിക്കുന്നല്ല അദ്ദേഹം പറയേണ്ടത്. മറിച്ച് അദ്ദേഹം കാശ് വാങ്ങാതെ പോലും മഹത്തായ ഏതെങ്കിലും വേഷം വന്നാൽ ചെയ്യും.
അതിനുവേണ്ടി തപസ്സിരിക്കും, അതിനുവേണ്ടി കഷ്ടത അനുഭവിക്കും, കഷ്ടപ്പെടും, അതിനുവേണ്ടി സ്ട്രെയിൻ എടുക്കും. മോഹൻലാലിന്റെ ശത്രു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് തന്നെയല്ലേ? ഒന്ന് അദ്ദേഹത്തിന്റെ ഫാൻസാണ്. ഇപ്പം ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ട, ഞാൻ താല്പര്യമില്ല. അത് പല ഒരു നല്ലൊരു നടന്റെ കഴിവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തെ ഈ ഫാൻസ് അസോസിയേഷൻ ഇല്ലാതാക്കും. കാരണം കലാപരമായിട്ടുള്ള സിനിമകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിലക്ക് ഇത്തരം ഫാൻസുകാർ നമ്മളെ വല്ലാതെ പിടികൂടുമ്പോൾ സംഭവിക്കുന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കും ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടാവും. ഫഹദ് ഫാസിൽ മാത്രമല്ല, അതേ സമയത്ത് അവരെ മാനേജ് ചെയ്യാൻ കൂടി പഠിച്ചാൽ മതി. ഇപ്പോൾ മോഹൻലാലിന് മാത്രമല്ല, ഫാൻസ് എല്ലാവർക്കും ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട നടന്മാർക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ മോഹൻലാൽ ഫാൻസ് ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം മീശ വിരിച്ചിട്ടും മുണ്ടൊക്കെ അതാവണം, അതാണ് ഇതിന് പ്രശ്നം. അത്തരം മോഹൻലാൽ ക്യാരക്ടേഴ്സാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കലാകാരൻ്റെ സ്വപ്നങ്ങൾ സെറ്റ് ചെയ്യാൻ ഫാൻസിനെ അനുവദിക്കരുത്. കലാകാരൻ്റെ സ്വപ്നങ്ങൾ അയാളുടേതായിരിക്കണം. ആ സ്വപ്നങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം സ്ട്രെയിൻ എടുക്കണം. അങ്ങനെ നല്ല സിനിമകൾ നിർമ്മിച്ചു കൊടുക്കണം. അപ്പോൾ ഫാൻസ് മോഹൻലാലിൻ്റെ കൂടെ നിൽക്കണം. എപ്പോഴും മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുന്നവരാണല്ലോ ഫാൻസ്. അതേ സമയത്ത് മോഹൻലാൽ ഈ ഫാൻസിൻ്റെ നിലവാരം നമുക്കറിയാലോ, ഏത് ഫാൻസ് ആയാലും ആ ഫാൻസിന് അവൻ്റെ നിലവാരത്തിലുള്ള സ്വപ്നങ്ങളെ കാണാൻ പറ്റുള്ളൂ. ലാലേട്ടൻ, ചിത്രത്തിലെ ലാലേട്ടനായിരിക്കും അങ്ങേയറ്റത്തെ ലാലേട്ടൻ. ഇവർക്കിപ്പോൾ കൃഷ്ണപരന്തിലെ ലാലേട്ടനെ പോലും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? വാനപ്രസ്ഥത്തിലെ ലാലേട്ടന് വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, മോഹൻലാൽ നിൽക്കേണ്ടത് കൃഷ്ണപരന്ത്, വാനപ്രസ്ഥം, ഇങ്ങനെ മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ക്ലാസിക് വേഷങ്ങളിൽ നിന്ന് ഇനിയും മുന്നോട്ട് പോകാൻ എന്താണ് വഴി? അനശ്വരമായ വേഷങ്ങൾ മലയാളത്തിന് സമ്മാനിക്കാൻ ആയിരിക്കണം ഇനിയുള്ള കാലം. പക്ഷേ വാനപ്രസ്ഥമോ അല്ലെങ്കിൽ പ്രണയമോ ചെയ്തു കഴിഞ്ഞാൽ പോക്കറ്റിലേക്ക് കോടികൾ വരണ്ട. എന്തിനാണ് അദ്ദേഹത്തിന് കാശ്? അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. മോഹൻലാലിൻ്റെ ശത്രു ആര് എന്ന ചോദ്യത്തിന് പണം എന്ന് ഉത്തരം പറഞ്ഞു നോക്കൂ. നല്ല നിലവാരത്തിന് പണമില്ലാത്തതൊരു അവസ്ഥ വരുന്നുണ്ട്. അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മോഹൻലാലിന് പക്ഷേ ആ മനുഷ്യന് ജീവിക്കാനും എത്ര തലമുറകൾക്കുള്ള അദ്ദേഹം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ ആർത്തി അവസാനിപ്പിച്ചൂടെ? എന്നിട്ട് അദ്ദേഹത്തിന് മികച്ച പലതും മലയാളത്തിന് സംഭാവന ചെയ്യാൻ പ്രവർത്തിച്ചൂടെ? അങ്ങനെ ആഗ്രഹിച്ചൂടെ? നല്ല വേഷങ്ങളായിരിക്കണം. പണം ഇന്ന് വന്ന് എത്ര കോടി കിട്ടിയാൽ, മോഹൻലാലിനെ പോലെ ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോടികൾ വന്നാൽ നാളെ അത് ഏത് വഴിക്ക് പോയി എന്നല്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് സേവ് ചെയ്യുമായിരിക്കും. പണം ആർക്ക് വേണം ഗൗതമേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പണം ഇല്ലാത്തവൻ അത് വേണം. പണം ആവശ്യമാണ്, പണം വേണം. പക്ഷേ ആവശ്യത്തിലേറെ എന്തിന്? ആവശ്യത്തിനും ആവശ്യത്തിലപ്പുറവും കിട്ടിക്കഴിഞ്ഞ ഒരാൾ ഇനിയും പണം എന്ന് പറഞ്ഞ് ആലോചിക്കേണ്ടതില്ല. എനിക്ക് തോന്നുന്നു മോഹൻലാൽ അത് ആലോചിച്ചിട്ടൊന്നും ആവില്ല. അദ്ദേഹം യാന്ത്രികമായി സഞ്ചരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടാൽ അറിയാം. ആലോചിച്ച് വലിയ വിഷനും വലിയ സ്വപ്നങ്ങളും ഒന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരാളല്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഒരു ഒഴുക്ക് പോലെ, ഒരു പ്രവാഹം പോലെ തൻ്റെ മുമ്പിൽ വന്നു ചേരുന്നതിനോട് അപ്പോൾ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് അങ്ങനെയാണ്. അദ്ദേഹത്തിന് ചെന്നുപെട്ട പല ഇഷ്യൂസും അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ പോരാ മോഹൻലാൽ. ഇനിയുള്ള കാലം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വേണ്ടി ചിന്തിക്കാനെങ്കിലും ഒരു സെക്രട്ടറിയെ വെക്കുന്നത് നല്ലതാണ്. അത് ഈ പറഞ്ഞ ആൻ്റണി പെരുമ്പാവൂരുമാരൊന്നും പോരാ. നല്ലതാണ്. അദ്ദേഹത്തിന് വേണ്ടി ചിന്തിക്കാനും അദ്ദേഹത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റുകൾ, ഭാവനാത്മകമായ പ്രോജക്റ്റുകൾ കൊണ്ടുവരാനും ഒരു സെക്രട്ടറിയെ വെക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്. പെരുമ്പാവൂർ കണക്ക് നോക്കിയിട്ട്, പൈസയുടെ കണക്ക് നോക്കിയിട്ട് കാശുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസറായിട്ട് അവിടെ ഇരുന്നോട്ടെ. അങ്ങനെയുള്ള ആലോചനകളാണ് മോഹൻലാലിൻ്റെ ശത്രു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം പറഞ്ഞില്ലേ, ഫാൻസാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറും ആകാം. ഇത്തരത്തിലുള്ള ശത്രുക്കളൊക്കെ അദ്ദേഹത്തിനുണ്ട്. മറിച്ച് സംഭവിക്കുന്ന ഇതാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സും സ്വപ്നങ്ങളും മാറ്റിവെക്കേണ്ട സമയമല്ല, കൂടുതൽ ശക്തമായി വിനിയോഗിക്കേണ്ട സമയമാണ്. മോഹൻലാലിനെ അത് മാഷ് പറഞ്ഞത് ശരി. ആന്റണി പെരുമ്പാവൂരിന്റെ പിടിയിൽ നിന്ന് മോഹൻലാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല സിനിമകൾ കിട്ടുമെന്ന് പറയുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയുമാണ്. അതുകൊണ്ട് മോഹൻലാലായി വളരാൻ ശ്രമിക്കണം. മോഹൻലാലിൽ നിന്ന് മലയാളി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹൻലാൽ മലയാളി. ഇതിനൊരു ഈ വിമർശനം കടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിന് തുല്യനായിട്ടുള്ള മമ്മൂട്ടി മറ്റൊരു വശത്ത് വളരെ മികച്ച രീതിയിലുള്ള പരീക്ഷണാത്മകമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ മമ്മൂട്ടി ഇതാ ഓരോ നേരവും പള്ളിയിൽ പോകുന്നു, എല്ലാ പെരുന്നാളിലും അദ്ദേഹത്തിൻ്റെ പടം വരുന്നു. അദ്ദേഹം ജിഹാദിയാണ്, അദ്ദേഹം മറ്റേതാണെന്ന് പറഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആര് പരിഗണിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. മോഹൻലാൽ അമ്പലത്തിൽ പോകുന്നു, അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. മമ്മൂട്ടിയിൽ നിന്ന് മോഹൻലാലിന് വല്ല പാഠവും പഠിക്കാനുണ്ടെങ്കിൽ ഇത്തരം പാഠങ്ങൾ പഠിക്കുക. വലിയ സ്ട്രെയിൻ എടുത്തിട്ട് പുതിയ വേഷങ്ങൾ, അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യുക. കാശ് കിട്ടിയാലും ഇല്ലെങ്കിലും നല്ല പ്രൊഡ്യൂസർ നല്ലൊരു കഥ പറയുമ്പോൾ ഈ വേഷം കൊള്ളാമല്ലോ, കാശില്ലെങ്കിൽ ഞാൻ തരണം, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. കയ്യപ്പ് പോലുള്ള സിനിമ, രഞ്ജിത്തിന്റെ കയ്യപ്പ് പോലുള്ള സിനിമ മമ്മൂട്ടി കഥ കേട്ടപ്പം
എത്ര ദിവസം ഉണ്ടായിത്തീർന്ന ഡേറ്റ് വേണം, സിനിമയാണ്. എനിക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് റെമ്യൂണറേഷൻ ഇല്ലാതെ ചെയ്ത സിനിമയാണ്. ഒറ്റ കാര്യം കൂടി മോഹൻലാലിന് മമ്മൂട്ടിയിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഫാൻസിനെ മാനേജ് ചെയ്യാനും മമ്മൂട്ടിക്ക് പറ്റുന്നുണ്ട്. മമ്മൂട്ടിയുടെ തലക്ക് മീതെ കയറി നിന്നിട്ട് ഒരു ഫാനും കളിക്കൂല. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ തലയെടുപ്പും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകും. നല്ല സിനിമകൾ മലയാളിക്ക് കിട്ടും. മോഹൻലാലിന് മമ്മൂട്ടിയിൽ നിന്ന് അങ്ങനെയും ചില പാഠങ്ങൾ പഠിക്കാം. മോഹൻലാലായി തീരട്ടെ, മോഹൻലാലിൻ്റെ സ്വപ്നങ്ങൾ മോഹൻലാലിൻ്റെതായി തീരട്ടെ, ആ സ്വപ്നങ്ങളുമായി മോഹൻലാൽ സഞ്ചരിക്കട്ടെ. മലയാളി കൗതുകപൂർവ്വം താല്പര്യപൂർവ്വം മോഹൻലാലിൻ്റെ പുതിയ സംഭാവനകൾക്ക് വേണ്ടി കാത്തിരിക്കട്ടെ. ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ വിമർശിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. അതായിരിക്കാം എനിക്ക് തോന്നുന്നു ഒരു കലാകാരനെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അടുത്ത് ആസ്വദിച്ച് വിമർശിക്കലാണ്. അന്ധമായി വാഴ്ത്തുകയല്ല. അന്ധമായി വാഴ്ത്തുന്നവനെ സൂക്ഷിക്കണം എപ്പോഴും. അന്ധമായി വാഴ്ത്തലുകളല്ല, നിശിതമായ ആത്മാർത്ഥമായ ആസ്വാദനവും നിശിതമായ വിമർശനവുമാണ് ഒരു കലാകാരൻ ആവശ്യമുള്ളത്. മോഹൻലാലിനും അത് ആവശ്യമുണ്ട്. ആവശ്യത്തിന് മലയാളി കൊടുത്തുകൊണ്ടിരിക്കണം. മോഹൻലാൽ നന്നാവും.